Bobby. Ayo. Lepas. ഡാ ഇത്രയൊക്കെ ചെയ്ത് നിനക്ക് എവിടെ നടത്തറ ധൈര്യം പറയടാ. ജോ അവനെ വീട്ടത് മതി, അവൻ ചത്തു വിട്ടേ നീ. ഈ ജൊഹാൻ ആരാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോഴത്തേക്ക് ഞാൻ നിന്നെ വിട്ടു, പക്ഷെ ഇനി ഒരു തവണ കൂടി എന്റെ മുന്നിലെങ്ങാനും വന്ന അത് നിന്റെ അവസാനത്തെ നടത്തായിരിക്കും, മനസ്സിലായോ? എന്താണ് നോക്കിയിരിക്കുന്നത്? ഇവിടെ വല്ല മാജിക് നടക്കാന്നാണ് നിന്റെ ഒക്കെ വിചാരം? എല്ലാവരും ക്ലാസ്സിൽ പോടാ, നീങ്ങ് വാ. എന്താണ് ഇവിടെ ഉണ്ടായത്? ഞാൻ വൈകി വന്നുകൊണ്ട് സീനൊന്നും കാണാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, പുതിയതായിട്ട് കോളേജിൽ വന്ന ഏതോ ഒരു ചെറുക്കൻ അവന്റെ മേത്തൊന്ന് തട്ടി, എന്നിട്ട് അവനോട് സോറി പറയാൻ പറഞ്ഞു. എന്ത്? അവൻ ജൊഹാനോട് അങ്ങനെ പറഞ്ഞു? എന്നിട്ട് അവൻ ഇത്രയും രക്ഷപ്പെട്ടല്ലോ, അത്ഭുതം തന്നെ. ജൊഹാൻ അവനെ കൊന്നളയെന്ന് ഞാൻ വിചാരിച്ചു. എന്താണെന്നറിയില്ല, ഈ കോളേജിലുള്ള എല്ലാവർക്കും അവനെ പേടി. അവനെ തടയാൻ ഒരു പ്രൊഫസർ പോലും ഇല്ലല്ലോ, കഷ്ടം തന്നെ. അവനെ തടയാൻ വന്ന ആരും തന്നെ മര്യാദയ്ക്ക് പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കോളേജ് അവന്റെ അപ്പന്റെ വകയാന്ന വിചാരം. വിചാരല്ലല്ലോടാ, ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ കോളേജ് അവന്റെ അപ്പന്റെ തന്നെയല്ലേ? അതും ശരിയാ. എന്തിനാണ് നീ ഇങ്ങനെ എപ്പോഴും വഴക്കിന് പോകുന്നേ? ഇപ്പൊ ഞാനായി തെറ്റാരൻ, അവൻ എന്റെ മേത്തേക്ക് വന്ന് കയറി. ഇത് പോരാത്തിന് ഞാൻ അവനോട് സോറി പറയണം പോലും. ഞാൻ ആരാന്ന് അവൻ വിചാരിച്ചേ? ഞാൻ വേണമെന്ന് വെച്ച് വഴക്കണൊന്നും പോരില്ല, ഇങ്ങോട്ട് വന്നാലോട്ട് ഞാൻ വിടാറുമില്ല. നീ എന്തിനാണ് ചിരിക്കുന്നത്? നിനക്ക് വേണോ നീ? നീ ഈ പിള്ളേരെ പേടിപ്പിക്കുന്ന സ്വഭാവം എന്റെ അടുത്ത് എടുക്കൊന്നും വേണ്ട, എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ മലയാളാക്ഷരെ വിളിക്കരുതെന്ന്, എന്നിട്ട് അവൻ അത് തന്നെ വിളിക്കത്തുള്ളൂ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. അപ്പൊ മിസ്റ്റർ ലീ നമ്മുടെ കോളേജിൽ നിന്ന് പോയ കാര്യം നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ. അപ്പൊ സാറിന് പകരം പുതിയൊരു സാറ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോ അകത്തേക്ക് വരും സാർ. കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ പുതിയ മാത്സ് പ്രൊഫസർ. ഇന്ന് തൊട്ട് സാറായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. സാർ ക്ലാസ് എടുത്തോളൂ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ശരി സാർ, താങ്ക് യു. അപ്പൊ ശരി കുട്ടികളെ, ഇന്ന് മുതൽ ഞാൻ അയക്കുന്ന നിങ്ങൾക്ക് മാത്സ് എടുക്കാം. എല്ലാവരും പുസ്തകം എടുത്തോളൂ. അപ്പോ സാറ് നിർത്തി കൊടുത്തത് നമുക്ക് ഇന്ന് തുടങ്ങാം. അപ്പൊ കുട്ടികൾ ഇന്നത്തേക്ക് ഇത്ര മതി, ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇനിയിപ്പോ ഞാൻ പഠിപ്പിച്ച ഭാഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാർ, ഞാൻ യൂന. ചോദിച്ചോളൂ യൂന. പിന്നെ സാർ സിംഗിൾ ആണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല യൂന. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യം മാത്രം ചോദിച്ചാൽ മതി. ഞാൻ പഠിപ്പിച്ച ഭാഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാത്രം ചോദിക്കാം, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാൻ വരണ്ട. കേട്ടല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ശരി, നാളെ നമുക്ക് ക്ലാസ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? എന്റെ ഫുഡ് മൊത്തം എന്റെ മേത്താണ്. സോറി, ഞാൻ ഇത് അറിയാതെ ചെയ്താ. എന്നൊന്നും ചെയ്യില്ല, ഞാൻ ഇത് വൃത്തിയാക്കി തരാം. ഓ, അപ്പൊ നീ സോറി പറഞ്ഞോണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്നാണോ? എന്താ ഇവിടെ നടക്കുന്നത്? ഓ, ഇത് സാറാണ്. സാർ ഇതിൽ ഇടപെടാത്ത നല്ലത്. ഇത് ഇവിടെ എപ്പോഴും നടക്കാറുള്ളതാ. അതുകൊണ്ട് സാർ ഇത് കണ്ടില്ലെന്ന് വെച്ച് അങ്ങ് മിണ്ടാതെ പോയാ മതി. അതാവും സാറിനും നല്ലത്. താൻ എന്നോട് പറയണ്ടേ എനിക്ക് ഏതാ നല്ലതെന്ന്. താൻ ആദ്യം എന്നോട് സോറി പറ. എന്ത് സോറിയോ? അതും ഇവനോട്? സോറി എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ പോലും ഇല്ല. ഈ കോളേജ് എന്റെ അപ്പന്റേതാ. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നതും ഞാനാ. സാർ അതിൽ ഇടപെടാൻ വരണ്ട. കോളേജ് നിന്റെ അപ്പന്റെ ഒക്കെ ആവാം, പക്ഷെ നീ ഇവിടെ ഒരു സ്റ്റുഡന്റ് മാത്രമാണ്. എന്റെ മുന്നിൽ വെച്ച് ഒരാളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോ തന്നെ ഞാൻ അവനോട് സോറി പറ. സാറിനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ എനിക്കൊരു നിമിഷം മതി. അതോർത്തിട്ട് എന്നോട് സംസാരിക്കണം. എന്നാ അതൊന്നും ചെയ്ത് കാണിക്കേ. അതുവരെ ഇവിടുത്തെ റൂൾസ് ഒക്കെ നീ ഫോളോ ചെയ്തേ പറ്റൂ. ഇപ്പൊ മര്യാദയ്ക്ക് മോൻ ക്ലാസ്സിൽ പോവാൻ നോക്ക്. താൻ ഇതിനെ അനുഭവിക്കൂടാ. ഐ വിൽ ഷോ യു. സോറി സാർ, അവൻ ദേഷ്യത്തെ പറഞ്ഞ. ജോ, നീങ്ങ വന്നേ, വാ നമുക്ക് പോവാം. നീ എന്തിനാ അയാളോട് അങ്ങനെയൊക്കെ പറയാൻ പോയേ?
അയാള് പുതിയതല്ലേ, നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. പുതിയ ആളാണെങ്കിലേ എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. എന്നോട് ചോദിച്ചാൽ എന്താ ഉണ്ടാവാൻ പോകുന്ന അയാൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്റെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെടില്ലടോ. നീ എന്തിനാണ് ഫസ്റ്റ് ഡേ ഞാൻ പയ്യനോട് ഉടക്കാൻ പോയത്? നിനക്ക് അവനെ കുറിച്ചൊന്നും അറിയില്ലേ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അവൻ എന്റെ സ്റ്റുഡന്റാ, ഞാൻ അവന്റെ ടീച്ചറും. അതവൻ പഠിക്കണം. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങള്. അവൻ ഈ കോളേജിന്റെ ഓണറിന്റെ മോന. എല്ലാരും അവനെ പേടിക്കുന്ന വെറുതെ അല്ല. നീ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു. പേടിയോ? എനിക്കാരെയും പേടിയില്ല. അവനിവിടെ കാണിക്കുന്നത് പക്ക ഗുണ്ടായിസാ. അതെന്റെ ക്ലാസ്സിലെ പിള്ളേരോട് വേണ്ട. പക്ഷെ അവനെ കുറിച്ച് പല കഥകളും ഇവിടെയുണ്ട്. അവൻ ആരെയും വക വെക്കാറില്ല. ഇന്നെന്തായാലും നീ അവനോട് സോറി പറയാൻ പറഞ്ഞത് അവ ഒരിക്കലും മറക്കില്ല. ജൊഹാന്റെ ശത്രുത അത്ര നല്ലതല്ല ഡിവി. നോക്കാം അവനാണോ അതോ ഞാനാണോ ജയിക്കാന്ന്. നിന്റെ കോൺഫിഡൻസ് കൊള്ളാം. എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വാ നമുക്ക് പോവാം. ജൊഹാൻ, നീ ഇന്ന് കോളേജിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? ആ പുതിയതായിട്ട് വന്ന സാറിനോട് നീ മോശമായിട്ട് പെരുമാറുന്ന കേട്ടു. അയാൾ എന്നോട് സോറി പറയാൻ പറഞ്ഞപ്പാ, അതും എല്ലാവരുടെ മുന്നിൽ വെച്ച്. അയാൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞേ? ഇല്ല ജൊഹാൻ, അത് നടക്കില്ല. അയാൾക്ക് പ്രൊഫസർ ആവാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. അതൊക്കെ കണ്ടു തന്നെയാ അവിടെ എടുത്തേക്കുന്നത്. നീ പറയുന്നതുകൊണ്ട് മാത്രം അയാളെ പിടിച്ച് പുറത്താക്കാനൊന്നും പറ്റില്ല. അതൊന്നും എനിക്കറിയണ്ട. എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത ആളെ ഇനി അവിടെ വേണ്ട. അയാളെ മര്യാദക്ക് പുറത്താക്കിക്കോ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും അയാൾ നിന്റെ പ്രൊഫസറാ. ആ ഒരു റെസ്പെക്ട് അയാൾക്ക് കൊടുത്തേ പറ്റൂ. നീ അയാളുമായി ഒരു പ്രശ്നത്തിന് പോയേക്കരുത്. ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ. പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്കിൾ എന്താടാ പറഞ്ഞേ? അപ്പ അയാളെ സപ്പോർട്ട് ചെയ്യാളാ. അയാളേതോ കൊമ്പത്തെ പഠിച്ചതാ അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മോനെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തതിന് ഒരു കുഴപ്പമില്ല. ഒരു പ്രൊഫസറെ അവിടുന്ന് പുറത്താക്കാൻ പറ്റില്ല. എന്ത്? അപ്പൊ നീ സോറി പറയാൻ പോവാണോ? ഒരിക്കലും ഇല്ല. അപ്പ അയാളെ പുറത്താക്കിയില്ലെങ്കിലും പക്ഷെ അയാൾ സ്വയം അവിടുന്ന് പോകും. ഈ ജൊഹാൻ വില്യ ആരാണെന്ന് അയാൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, അപ്പൊ അങ്ങള് പറഞ്ഞോണ്ട് നീ ശരിക്കും അയാളോട് സോറി വയ്ക്കാൻ പോവാണോ? സോറിയോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ, സോറി ചോദിക്കാനല്ല, അയാളൊരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ ഇന്ന് പോകുന്നത്. എനിക്കകത്തേക്ക് വരാമോ സാർ? ഞാൻ ഇന്നലെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ബാക്കിയുണ്ട് ജോഹാൻ. അത് പറഞ്ഞതിന് ശേഷം മാത്രം എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. അത് പറയാനാണല്ലോ ഞാൻ വന്നത്. ഇന്നലത്തെ കാര്യത്തിന് ഐ ആം സോറി.